ഇവിടെ എല്ലാവർക്കും ദുഃഖമാണല്ലോ കർത്താവേ. ഇനി ഇതിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? എന്റെ ദൈവമേ. ടോണി എന്താടാ? അയ്യോ, ഇത് നിന്റെ ബില്ലോ അതോ ഈ ഏരിയയിലെ മുഴുവൻ ആൾക്കാരാ ഫോൺ ബില്ലോ? ഇതടയ്ക്കാൻ മിക്കവാറും ഞാൻ ലോൺ എടുക്കേണ്ടി വരും. എന്താ എന്തുപറ്റി? അയ്യോ റോയ്ച്ചൻ. എന്തുണ്ടല്ലോ? എന്തുണ്ടാവാൻ? എന്തൊക്കെ ഉണ്ടാവും? എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം. അതെന്താ? അതെങ്ങനെ? എങ്ങനെ? എന്താടാ രണ്ടിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? ഒന്നുമില്ല, അത് മുഖം ഇങ്ങനെ തന്നെ, അതുകൊണ്ട് ആ ലക്ഷണം ഉണ്ടാവും. എന്താടാ കയ്യില്? അവന്റെ ഫോൺ ബില്ല. എവിടെ കാണട്ടെ? റോയ്ച്ചന്റെ മൂത്ത് കളിക്കാൻ ഇത്തിരി വെള്ളം എടുക്കട്ടെ. ഇതെന്താടാ ഇത്? ഇത് നിന്റെ ഫോൺ ബില്ലോ അതോ സർക്കാരിന്റെ പുതിയ ബജറ്റ് പ്ലാനോ? മോനി തടയ്ക്കാൻ വല്ല വഴിയും കണ്ടോ? ഇല്ല. എന്നാ കണ്ടോണം, ഇത്തവണ ഈ ബില്ല് നീ തന്നെ അടയ്ക്കും. ചില്ലി കാശ് ഞാൻ തരില്ല. സ്വന്തമായിട്ട് അവനവന്റെ കാര്യങ്ങൾ നോക്കേണ്ട സമയം കഴിഞ്ഞു. ഇതിൽ നയാ പൈസ നീ പപ്പയും മമ്മിയും വിളിച്ച് കളഞ്ഞിട്ടില്ലല്ലോ. കൊണ്ട് പെണ്ണുങ്ങൾ വിളിച്ച് കളഞ്ഞല്ലേ? ഇത് അവരോട് വാങ്ങിച്ച് അടച്ചാൽ മതി. ഞാൻ ഉപദേശിക്കുന്നില്ല, അത് ഇഷ്ടമല്ലല്ലോ. വേണ്ട, റോയ്ച്ച ഉപദേശിച്ചോ. പക്ഷെ ബില്ലൊന്നല്ല, എന്റെ കയ്യിൽ നിന്നൊന്ന് നീ വാങ്ങിക്കാൻ പോണത്. ഇവന്റെ കാര്യം പോക്ക. സാരല്ല, പോട്ടെ. അളിയാ, പറയുന്നോണ്ടൊന്നും തോന്നാതിരിക്കരുത്. കുറഞ്ഞ പക്ഷെ നാണമെങ്കിലും തോന്നണം. നീ വന്ന വഴി എനിക്ക് ദുരിതങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അളിയ, നീ എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? ബി പോസിറ്റീവ് മാൻ. അല്ല പിന്നെ എടാ, നീ കാരണം എനിക്ക് ഈ ബില്ലടക്കേണ്ടി വന്നത്. അത് ഞാൻ എങ്ങനെ കാശുണ്ടാക്കി അടയ്ക്കുമെന്തോ. ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയേ ഉള്ളൂ. ഏതായാലും പണിക്ക് പോയിട്ട് നീ ബില്ലടയ്ക്കുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അപ്പോഴേക്കും നിന്റെ ഫോണ് കട്ടാവും, ഗേൾ ഫ്രണ്ട്സും പോവും. അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. അതെങ്ങനെ അടയ്ക്കുമെന്നൊരു വഴി പറ. എന്നാ കേട്ടോ, ആകെ മൊത്തം ടോട്ടലി നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്? ഒരു 22 ഗേൾ ഫ്രണ്ട്സ്. അതിൽ നല്ല ക്യാഷ് ടീം എത്ര പേരുണ്ട്? അറൗണ്ട് 12. അതിൽ നല്ല ക്ലോസ് ആയിട്ട് എത്ര പേരുണ്ട്? ഒരു 5-6 ഉണ്ട്. അതില് ഒരാളോട് മിനിമം നീ 3000 രൂപ വെച്ച് വാങ്ങിച്ചിട്ടില്ലേ? ഉണ്ട്. 6 × 3000 18,000 രൂപ ഉണ്ട്. മൊബൈൽ ബില്ലും അടയ്ക്കാം, ഗോവയിൽ പോയി തിരിച്ചു വരാനുള്ള കാശും ഉണ്ട്. മോനെ ആനന്ദേ, നീ ഒരു സംഭവമാണ്. നീ വരുമ്പോ എന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ലേ? നീ എന്റെ അസറ്റാണ്. വിളി വിളി, ഓരോരുത്തരായിട്ട് വിളി. കർത്താവേ, മുടക്കമൊന്നും വരത്തല്ലേ. ഓ, മുടക്കമെന്ന് പറഞ്ഞില്ല, ഉടനെ മുടക്കം വന്നു. സാറേ, ഹലോ. ഹലോ, നീ എവിടെ? ഞാനോ? ഞാനിവിടെ അടുത്തുണ്ട്. എന്താ? ദുബായ് പോയടാ. ഓ, ആണോ? ആടാ. എന്താ പെട്ടെന്ന്? മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ആ, ഒരു കണക്കിന് നന്നായി. നീ ഇങ്ങോട്ട് വാ, ഭയങ്കര ഡെസ്പ്. ശരി, ഓക്കെ. എന്താടാ, വല്ല ഹോം ഡെലിവറി ഓർഡറും വന്നോ? നമ്മുടെ ഹോമിൽ നിന്നൊരു ഡെലിവറി പോയിന്ന്. എന്താ? പാറ് പോയിന്ന്. എങ്ങോട്ട്? ദുബായിക്ക്. ദുബായിക്കാ? ആ, നാളെ അവൾക്ക് ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. ഇന്ന് അവളുടെ ഫ്രണ്ട്സ് പോയ കൂട്ടത്തില് അവളും പോയിന്ന്. അതിനിപ്പോ എന്താ ഉണ്ടായേ?
അത് ഈ അഫെയർ ഒക്കെ സീരിയസ് ആയിട്ടുള്ള പ്രധാന പ്രശ്നമാണ്. ശ്ശേ. ഇനി അവൾ എന്നാ വരിക? അവള് പോട്ടടാ. നമുക്ക് ആർക്കും എല്ലാ കാലവും ഒരുമിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് ഈ കൊച്ചിയിൽ. അവള് വരുമായിരിക്കും. നീ എന്താ ഡിസ്പായോ? ഇനി എന്തായിട്ട് എന്താ കാര്യം? പോയത് പോയി. ശ്ശേ. എന്തു പറ്റിയടാ? ആ ഈ സിനിമയിലൊക്കെ ഇങ്ങനത്തെ സീനിൽ ജ്യൂസ് കൊണ്ടുവരുമ്പോ 5 ഗ്ലാസ്സാ കൊണ്ടുവരാ. അപ്പോഴാ ഓർക്ക 5ാമത്തെ ആള് പോയല്ലോന്ന്. എന്നിട്ട് 4 പേരും കൂടി 5ാമത്തെ ആളോർത്ത് സങ്കടപ്പെടും. അത് ഓർത്തപ്പോഴാ താങ്ങാൻ പറ്റാതെ പോയത്. കൊച്ചിയിലെന്നല്ല, കേരളത്തിൽ തന്നെ സെന്റിമെന്റലായി മണ്ടത്തരം അടിക്കുന്ന ഏക നടൻ ഇവനായിരുന്നു. എല്ലാവരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. 2 ദിവസമായി നമ്മൾ വല്ലാത്ത രീതിയിലാണ് ജീവിക്കുന്നത്. എപ്പോഴും കളിയും ചിരിയും ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ സെന്റിയ. ഇത് മാറണം. മറന്നേക്ക്. ഇപ്പൊ പാറുവിന്റെ കൂടെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ആകെ ഇമോഷണലാ. നമുക്കിത് മാറ്റണം. ടോണിയുടെ കുസൃതിയും ആനന്ദിന്റെ മണ്ടത്തരവും റോയ്ച്ചന്റെ ഉപദേശവും എല്ലാം നമുക്ക് തിരിച്ചു വേണ്ടേ? ഞാൻ തിരിച്ചെത്തി. ഞാനും എത്തി. ഞാനും. റോയ്ച്ചാ, റോയിച്ചോ, റോയ്ച്ച, തിരിച്ചു വാ റോയ്ച്ച, തിരിച്ചു വരാൻ വാ. വിട്ടേടാ, എന്തിത് അങ്ങോട്ട് വരാൻ? ഇവര് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ അങ്ങോട്ടും പോയിട്ടൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ റോയിച്ചൻ കൂടെ തിരിച്ചെത്തിയ സ്ഥിതിക്ക് നമുക്ക് ഒന്ന് ആഘോഷിക്കാം. Cheers. Cheers. എന്നാലും നമ്മുടെ പാറു ഛെ. എടാ, നീ പറയുന്ന പോലെ ഒന്നുമില്ല. അതിപ്പോ ഏത് ജോലിക്കെന്ന് പറഞ്ഞാ പോവാ. അതിപ്പോ ഏത് ജോലിക്കും പോയിക്കൂടെ? കൊച്ചിയിലല്ലേ? നിനക്കാണെങ്കിൽ അത്യാവശ്യം ഇംഗ്ലീഷ് പറയാം. പിന്നെന്താ കുഴപ്പം? ജോലിയൊക്കെ കിട്ടും, പക്ഷേ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു പ്രൊഫഷനൊക്കെ ഉണ്ടല്ലോ. അതിപ്പോ ഏതാ മനസ്സിലാവാത്തത്? അതിപ്പോ നിന്റെ ഉള്ളിൽ എനിക്കെങ്ങനെ അറിയാനാ? സാറേ, അതിനൊരു വഴിയുണ്ട്. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ സാറേന്ന് വിളിക്കരുത്. ഓക്കെ 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 ഓക്കെ. ടോണി എന്ത് പണിയാ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം കാശ് കിട്ടുക എന്നുള്ളത് തന്നെയാ. പക്ഷേ ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ വേണം. നിറച്ച് കേൾസൊക്കെ ഉള്ള ഒരു ഓഫീസ്, അത്രേ ഉള്ളൂ. ഓഹോ, ഒരാൾ കുട്ടിയായിരിക്കുമ്പോഴേ അയാളുടെ വാസനകൾ തിരിച്ചറിയാൻ പറ്റുമെന്ന് ഗംഗാരൻ മാഷ് പറയാറ്. പക്ഷെ നിനക്കാകെ ഫ്ലേട്ടിംഗ് വാസനയുള്ളൂ. അതൊരു തൊഴിലുമല്ല. പിന്നെ എന്ത് പണിയാ ഞാൻ നിനക്ക് പറഞ്ഞുതരാൻ? സാറേ, ടോണിക്ക് പറ്റിയൊരു പണിയുണ്ട്. എന്താ? എന്താ? ഫോട്ടോഗ്രാഫി. ടോണിക്ക് ഫോട്ടോ എടുക്കുന്നതിലൊരു പ്രത്യേക കഴിവുണ്ടെന്ന് ഞാൻ അന്നേ കണ്ടെത്തിയത്. അത് ശരി കേട്ടോ. എടാ, നീ അന്ന് എൻ്റെ ഫോട്ടോ കയറി എടുത്തിട്ട് എന്ത് രസമായിരുന്നു. അത് നമ്മൾ കണ്ടല്ലേ? സംഭവമൊക്കെ ശരിയാ. ആ, അന്നെടുത്ത ഫോട്ടോയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ ഒരു പ്രൊഫഷൻ ആക്കാന്നൊക്കെ വെച്ചാ മതി മതി. എടാ, നീ ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ ഫോട്ടോ കാണിച്ചാൽ പോരെ? ചേട്ടൻ സംവിധായകന്മാരെ കാണാൻ പോകുമ്പോൾ ഫോട്ടോ എടുക്കാതെ പോകുന്നതാ ഭംഗി. സുനിലേ, നിന്റെ ദമ്മിടല്ലേ കോഫി ഷോപ്പിൽ മതി. ഇതാള് വേറെ ആട്ടാ. എന്തായാലും നമ്മുടെ രാജേഷിനൊന്ന് വിളിച്ചു നോക്കാം. അവൻ ഫോട്ടോഗ്രാഫറാണല്ലോ. ആ, രാജേഷേ, ടോണിയ. ലുക്ക് മിസ്റ്റർ ടോണി, ഞാൻ ചില കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അത് ആദ്യമേ പറയാം. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിക്കണം. അതിന് ഭംഗം വരുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ പുറത്തു പോകും. ഓക്കെ? ഓക്കെ മാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനോട് എന്താണെന്നറിയില്ല, എനിക്ക് പണ്ടേ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്ത ഒരു കമ്പനിയിലും വർക്ക് ചെയ്യില്ല. വെരി ഗുഡ്. ഇനിയുള്ളത് ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓവർ ടൈം എല്ലാം ഉണ്ടാവും. സത്യത്തിൽ മാം പറയുന്ന കേട്ടിട്ട് എനിക്ക് ഓവർ ടൈം ചെയ്യാൻ കൊതിയാവും. ഓ ഗ്രേറ്റ്. നിങ്ങൾ 6 മാസം പ്രൊബേഷൻ ആയിരിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെയാണെങ്കിൽ അതിനു മുമ്പേ ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ ഓക്കെ മാം. ആ, നിങ്ങളുടെ സെക്ഷനിലുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്താം. ഹെർ നെയിം ഈസ് അനു. എന്ന് ജോയിൻ ചെയ്യാം? നാളെ? യാ, ഡെഫിനറ്റ്ലി. നിങ്ങൾ അനുവിന്റെ കൂടെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അനു സുന്ദരിയായിരിക്കണേ. ടോണി താമസം? കുഴപ്പമില്ല, അനു താമസിച്ചു വന്നോട്ടെ, ഞാൻ വെയിറ്റ് ചെയ്യാം. അതല്ല ടോണി, നിങ്ങൾ എവിടെയാ താമസിക്കുന്നെന്നാ ചോദിച്ചത്. അതാ CV-യിലുള്ള അഡ്രസ്സില. ഓക്കെ. അനു? യെസ് മാം, പ്ലീസ് കം.
മാം ആ അനു, ഇത് ടോണി, നമ്മുടെ പുതിയ ഫോട്ടോഗ്രാഫർ ട്രെയിനിയാ. നാളെ ജോയിൻ ചെയ്യും. ഹായ് ടോണി. ഹായ്. ഓക്കെ ടോണി, ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ ടോണി ഉം. ടോണി ആക്ച്വലി എന്താ ചെയ്തിരുന്നേ? എന്ത് ചെയ്തിരുന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പൊ എല്ലാ ഫീൽഡിലും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. ആ? എന്ത് ചെയ്തിരുന്നില്ല എന്ന് ചോദിച്ചാ പറയാൻ കുറെ കാര്യങ്ങളുണ്ടേ, അതുകൊണ്ട്. ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ബിക്കോസ് വി ആർ റിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? സ്വന്തമായിട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വലിയ കാശുകാരാ. അതല്ല ടോണി ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഉദ്ദേശമൊക്കെ മനസ്സിലായി. അനു, വന്നപ്പോ മുതല് ഞാൻ ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കാം. ഉം. പറയട്ടെ? ആ. അനു, പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. സത്യം പറയാലോ, ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാ അനു. ആ, എനിക്കറിയാം. സൗന്ദര്യത്തെ കുറിച്ച് അത്യാവശ്യം ബോധമൊക്കെ എനിക്കുണ്ട്. ഓ, ഹ്യൂമർ സെൻസ്. എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഹ്യൂമർ സെൻസ് ഉള്ളതിന് സൗന്ദര്യം ഉണ്ടാവില്ല, സൗന്ദര്യം ഉള്ളതിന് ഹ്യൂമർ സെൻസ് ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി കിട്ടുകയെന്ന് പറഞ്ഞാൽ യു ആർ ബ്ലെസ്ഡ്. താങ്ക് യു. പക്ഷേ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്റെ ലൈഫിൽ അത് കേട്ടാ ഫ്ലേർട്ട് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ മുമ്പില് ഫ്ലേർട്ട് ചെയ്യാനായിട്ട് നിന്നു കൊടുക്കുന്നത്. എന്തായാലും കൊള്ളാം. ഞാൻ പോട്ടെ, എനിക്കൊരു ചെറിയ ഷൂട്ട് ഉണ്ടായിരുന്നു. നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ബൈ. ഓ, താങ്ക് യു. ഹലോ. ഹേ മച്ചൂസ്. എന്റെ പാറു പോയല്ലോ. അളിയ, നീ അത് എങ്ങനെ? ഞാനെല്ലാം അറിഞ്ഞു. ചത്താലും കുഴപ്പമില്ല, ജിമ്മി ചേരാന്ന് പറഞ്ഞു എന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞേ അവള് പോയിന്ന്. നിനക്കൊന്ന് എന്നെ വിളിച്ചൊരു വാക്ക് പറയാറുന്നില്ല ടോണി. എടാ, ആ വാക്ക് അവളെ എന്നോട് പോലും പറയാതാ ദുബായിക്ക് പറഞ്ഞു കളഞ്ഞത്. എന്തായിരുന്നു പ്രശ്നം? എന്തിനും ഈ നീരജേട്ടൻ ഉണ്ടായിരുന്നില്ല അവക്ക്? എടാ, നീ എന്റെ പൊന്നെ നീരജ, നീ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ അവളെ മമ്മിക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവള് ദുബായിക്ക് പോയതാ. അവള് കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും, ഉറപ്പായിട്ടും വരും. ഇപ്പഴേ സമാധാനായ ടോണി. ഞാനാകെ തകർന്നു പോയടാ. പോട്ടെ, വാ നമുക്ക് എന്തെങ്കിലും കുടിക്കാം. അല്ല, എനിക്കിപ്പോ ഒന്നും വേണ്ടടാ. അങ്ങനെ പറയല്ലേ, വാ എന്തെങ്കിലും കുടിക്കാം. വേണ്ടടാ, ഞാനിപ്പോ കുടിച്ചോളൂ. എനിക്ക് കുടിക്കണം. എന്നാ നീ പോണ വഴിക്ക് കുടിച്ചോ, എനിക്ക് പോയിട്ടേ അല്പം ധൃതിയുണ്ട്. എന്നാ ശരി, പൊയ്ക്കോ. എനിക്ക് ചെന്നിട്ട് പാറുവിനൊന്ന് വിളിക്കാം. എന്റെ കാര്യം മറക്കണ്ടാട്ടാ. അതല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് വന്നാ മതി എന്ന് പറയാനാ. ഷെയ്ക്ക് കുടിച്ചാ മതിയോ? മതി. എന്നാ വാ കേറ്. കള്ളൻ ചിരി കണ്ടില്ലേ? മനുഷ്യ ഇവിടെ ജോലിക്ക് പോയിട്ട് വരുമ്പോ ഒരു കപ്പ് കോഫി എടുക്കാൻ ഇവിടെ ആരുമില്ലേ? ആഹാ, പഞ്ചാരക്കുട്ടനെത്തിയല്ലോ. എന്താടാ, ജോലി കിട്ടിയോ? ആദ്യം കാപ്പിയാ. ഹാ, ചൂടാക്കി തരാം. പറ, ജോലി കിട്ടിയോ? കാപ്പി 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 എന്നാ പറയാം. ഹോ, വരെ വഷളായി വരികയാണ്. ഡാ, അത് അലക്കി വെച്ച ക്ലോത്ത്സാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഡാ, പറയടാ, ജോലി കിട്ടിയോടാ? കിട്ടി. കിട്ടുമല്ലോ, ഞാനല്ലേ പോയത്. നാളെ ജോയിൻ ചെയ്യണം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. എന്താടാ അത്? ഒരു പെണ്ണ്, അനു. എന്റെ സാറേ, പെണ്ണെന്നൊക്കെ പറഞ്ഞ അതാടി പെണ്ണ്. അവളോട് വർക്ക് ചെയ്യുന്നതാ? അല്ല, അവിടെ കമ്പിളി വെക്കാൻ വന്ന ബംഗാളി. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ചൂടാവല്ലേ, ചോദിച്ചെന്നേലുള്ളൂ. എന്റെ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നതാ അനു. മനസ്സിലായോ? അത്ര സുന്ദരിയാടാ? ആണോന്നോ? ഞാൻ ഏതെങ്കിലും പെൺകുട്ടികളെ കുറിച്ച് ഇത്രയും പൊഴുത്തി പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. ബ്ലോഗിൽ ഏതിന്റെ റെസ്പോൺസ് കണ്ടോളിയാ? കിടു മുഴുവൻ പെണ്ണുങ്ങളാ. ഏതാടാ സുന്ദരി? എനിക്ക് വേടാ ഇനി പറയാൻ. സാറാ, നീ പറഞ്ഞോളൂ. അതെ, അയ്യോ, ഞാനൊരു കലാകാരനാ. ഈ സിനിമയിലുള്ളവർക്കൊക്കെ അധികം വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ കളർഫുൾ ആയിട്ടൊക്കെ ഈ മൈൻഡിലേക്ക് കയറൂ. ചുമ്മാ ഒന്ന് പറ. പിന്നെ സിനിമയിലാണെങ്കിൽ ഇത്ര വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സുന്ദരി, സുമുഖി, തമാശി, കാര്യപ്രാപ്തി, ട്രെൻഡിനി, പേര് ആന്റണി. അല്ല, അനു.
എടാ നാളെ വരുമ്പോ അവളുടെ ഫോട്ടോ കൊണ്ടുവരാടാ. വേണ്ട, നിങ്ങളെ കൊതി വിടും. ഞാനോ ഐശ്വര്യയെ കണ്ടിട്ട് കൊതി വിട്ടിട്ടില്ല, പിന്നെ നിന്റെ അനു. ഞാനും വിട്ടിട്ടില്ല. എന്ത്? അല്ല, ഐശ്വര്യ റായ് കണ്ടിട്ടേ കൊതി. നോക്കട്ടെ, ഞാൻ പരമാവധി ശ്രമിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ കൊണ്ടുവരാൻ. അതേതായാലും നന്നായി. നീ അതിലെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ചിട്ട് എന്താ കാര്യം? ഡാ അവര് സാലറിയുടെ കാര്യം വരെ സംസാരിച്ചിരുന്നു. 6 മാസം പ്രൊബേഷനാ, ശമ്പളം കുറവായിരിക്കും. പിന്നെ 15 മുതൽ 20 വരെ സ്കെയിൽ. ആ അത് മതി, മൊബൈൽ ബില്ല് അടയ്ക്കാലോ. ആ അത് പറഞ്ഞപ്പോഴാ നീ ബില്ല് അടച്ചായിരുന്നോ? എവിടെ? നീ പറഞ്ഞ വഴി നോക്കിയപ്പോഴാ എന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായത്. ഞാൻ വിളിക്കാടാ, തിരക്കില്ല. ഞാൻ എന്റെ കസിന്റെ കൂടെയാടാ, ഞാനിപ്പോ വീട്ടിലാ എന്നൊക്കെ. ഇവിടൊക്കെ പല സാഹചര്യങ്ങളിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനിയില്ല ഒന്നും. നന്നായി, ഈ സൈസ് പെണ്ണുങ്ങളുടെ റിലേഷൻ ഇല്ലാതിരിക്കുന്ന നല്ലത്. റിലേഷൻ ഇല്ലാതിരിക്കാനോ? ഞാനോ? ടോണി അക്കാര്യത്തിൽ ഒരിക്കലും വാക്കുമാറില്ല. ഒരു ഗേൾ ഫ്രണ്ട്സിനെയും കളയില്ല. പിന്നെ കുറച്ചു മുമ്പ് പറഞ്ഞതോ എന്ത്? ഇനിയില്ല ഒന്നുമില്ല എന്നൊക്കെ. ഇനി അവരോട് കാശ് ചോദിക്കില്ല എന്നാ പറഞ്ഞു. പിന്നെ ചുമ്മാ കളയാനല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ഫ്ലേർട്ട് ചെയ്ത് പിടിച്ചത്. വേട്ടയാടി പിടിക്കാന്നൊക്കെ പറയണ പോലെ ഉണ്ടല്ലോ. ഇതും അതുപോലൊരു വേട്ടേനാടാ. ഇത്രയും പറഞ്ഞോണ്ട് പറയുക, ഇതൊക്കെ റോയ്ച്ചിന് അറിയരുത്. അങ്ങേർക്ക് എന്തിന്റെ ആടാ? എടാ എന്റെ ബ്ലോഗിലെ ഫോളോവേഴ്സ് 1000 കടന്നടാ. 1000 പേരുടെ വിധി. കടനോട്ട് ദുരന്തം കഴിഞ്ഞിട്ടേ ഇതിലും വലുതെന്തോ വരായിരുന്നതാ. അതിങ്ങനെ അങ്ങ് തീർന്നു എന്ന് കരുതിയാ മതി. അയാൾ വീണ്ടും പുസ്തകം വായിക്കാനിരുന്നു. പക്ഷേ പിന്നെയും അയാൾ ആ ശബ്ദം കേട്ടു. അത് തോന്നൽ മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ അയാൾ പുസ്തക വായന തുടർന്നു. ഇതിനിടയിലാണ് പെട്ടെന്ന് പവർ സപ്ലൈ പോയത്. അയാൾ ആകെ നടുങ്ങി. ഈ സമയം നേരത്തെ കേട്ട ശബ്ദം തൻ്റെ അടുത്തെത്തിയെന്ന് അയാൾക്ക് മനസ്സിലായി. ഇപ്പോൾ അയാൾ ശ്വാസമടക്കി ഉമിനീരിറക്കി ചെവി കൂർപ്പിച്ച് പിടിച്ചപ്പോൾ അയാൾക്ക് ഹൃദയമിടിപ്പ് കേൾക്കാം. ഛേ, ഈ സമയത്ത് വായിച്ചാൽ മൂഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് പണ്ടാറടയ്ക്കല്ലോ. ഏതായാലും കുറച്ചുകൂടെ വായിക്കാം. അയാൾ ആകെ പരവശനായി. ചുറ്റും കുറ്റാക്കൂരുട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കവേ അയാളുടെ കയ്യിൽ നീണ്ട കാർക്കൂന്തൽ ഉരസിപ്പോകുന്നതായി മനസ്സിലായി. കോപ്പ് മതി വായിച്ചത്. ആള് വെറുതെ പേടിപ്പിക്കാതെ ഇവന്മാർക്ക് നല്ല ഗുണമുള്ള പുസ്തകം എഴുതാൻ പാടില്ലേ? ഛേ, എന്താണത്? എത്ര പേടിയോ? ഞാനൊന്നും പേടിപ്പിക്കാനായിട്ട് റോയിച്ചൻ കരയുന്ന പോലെ തോന്നിയത്. നിന്റെ ഒരു തോന്നല്. എല്ലാവരും പോയി കിടന്നേ. പകല് സ്വപ്നം കാണുന്നത് പോരാണ്ട, പാതിരാത്രിക്കും ഒച്ചപ്പാണ്ടയ്ക്കും പോയി കിടന്നേ. വെറുതെ ഉറക്കവും പോയി. വാ. രക്ഷപ്പെട്ടു. ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല.